ഗൈസ്, നമ്മൾ ഇന്ന് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ദാഹങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ല. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. അത് തന്നെ നമ്മൾ മുന്തിരി എടുത്തിട്ട് വെട്ടാം. എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഏകദേശം മുന്തിരികൾ കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി ഈ പാത്രത്തിലേക്ക് ഇടാം. ഈ വെട്ടി വെച്ച മുന്തിരി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിന് മുമ്പ് ആപ്പിളും പഴവും ഇതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മാങ്ങയും ഇതൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉറുമാമ്പഴം വെട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അനാറ് ഇതിലേക്ക് ഇടാം, ഉറുമാമ്പഴം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഈ പാലാണ് ഇട്ടത്. ഈ പാലിലേക്ക് നമുക്ക് ഈ കൂവപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ അലിയട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് പാൽ ഒരു ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ അടി കരിയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതിലേക്ക് ഇനി പഞ്ചസാര ഇടാം, 3 സ്പൂൺ. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഏലക്കപ്പൊടിയെ അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കൂവപ്പൊടി വേവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സാധനം നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ഫ്രൂട്ട് സലാഡ് വേനലവധിക്കാലത്ത് നല്ല ചൂടൊക്കെ ആയിരിക്കും. എല്ലാവർക്കും മസ്റ്റ് ട്രൈ ആണ്. ഇത് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡറിൻ്റെ ഫീലായിട്ടുണ്ട് സാധനം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടിയായിട്ടുണ്ട്. നോക്കൂ, കസ്റ്റാർഡ് പൗഡറിൻ്റെ അതേ ഫീലില്ലേ ഗൈസ്. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സുകൾ ഇടാം. മോനെ സീന് നല്ല മണമുണ്ട്. ഫ്രൂട്ട്സ് ഇട്ടപ്പോൾ ഇത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നിങ്ങളിത് കടയിൽ കിട്ടുന്ന അതേമാതിരത്തെ ഫ്രൂട്ട് സലാഡായിരുന്നു സാധനം. ഇതാണിപ്പോൾ ഈ ഫ്രൂട്ട് സലാഡിൻ്റെ അവസ്ഥ. ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുപ്പിക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റും കൂടി നോക്കാം.
നോക്കാണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി സാധനം. ഇതെല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇങ്ങനത്തെ ഈ വീഡിയോ ഗ്രൂപ്പുകളിലും ഇതൊക്കെ ഷെയർ ചെയ്യാം, പങ്കെടുക്കുക. അങ്ങനത്തെ സാധനം സീനി പൊളി. അപ്പോൾ എല്ലാവർക്കും ബൈ.